ഹായ് ഗൈസ്, പവിത്രം പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിനെ കാണാനില്ല എന്ന വിവരമറിഞ്ഞ് പോലീസ് വന്ന് അന്വേഷിച്ചു പോയതിനെ തുടർന്ന് എല്ലാവരും വിഷമിച്ചിരിക്കുന്നു. അന്നേരം വിനായകൻ വിക്രമിനോട് പറയുന്നത്, നീ ജയിലിൽ പോകാൻ ശരിക്കും കാരണം ഞാനാണെന്ന് അച്ഛൻ അറിഞ്ഞിരുന്നു. ആ വിഷമത്തിൽ അച്ഛനെന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ വിക്രം ആകെ വല്ലാതെ തളർന്നു പോകുന്നത് പോലെ തോന്നി. അവിടെ അടുത്ത് കണ്ട ഒരു ബൈക്കിൽ ചാരി നിൽക്കുന്നുണ്ട്. കമലയാണെങ്കിൽ പറയുന്നത്, എന്നോട് പറയാതെ ഒരു കടയിൽ പോലും പോകാത്ത മനുഷ്യനാ. ഇതിപ്പോ നേരം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നത്, അമ്മേ വിഷമിക്കേണ്ട, അച്ഛൻ വേഗം തിരിച്ചു വരും എന്ന്. ഇതിനിടയിൽ വിശ്വം പറയുന്നത്, നമ്മൾ ഇനി അന്വേഷിച്ച് നടക്കുന്നതിൽ ഒരു കാര്യവുമില്ല, നമുക്ക് തിരിച്ചു പോയാലോ? അപ്പോ അച്ഛൻ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിക്രം കമലയോട് പറയുന്നത്, അത് അമ്മേ, തൽക്കാലം നമുക്ക് ഇവിടെ നിന്നും പോകാം, അച്ഛനെ അവർ അന്വേഷിക്കട്ടെ എന്ന്. അപ്പോൾ മാഷ് എന്ന് ചോദിച്ച് കമല ആകെ തളർന്ന് കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഒരു നിമിഷം മാഷില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കമലയ്ക്ക്. എല്ലാവരും അവിടെ നിന്നും അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. വേദയും വിക്രമിന്റെ തോളിൽ ചാരി നിന്ന് കരയുന്നു. അവസാനം എല്ലാവരും ഒരേ തീരുമാനത്തിൽ തിരിച്ചു പോരാൻ തന്നെ ബസ്സിൽ കയറി. ബസ്സിൽ പോയതുപോലെയുള്ള കളിയും ചിരിയും ഒന്നുമില്ല. ആകെ മൂകമായ ഒരു അന്തരീക്ഷം. കമലയ്ക്ക് കണ്ണുനീർ തോർന്നിട്ടേയില്ല. വേദയുടെ തോളിൽ ചാരി കരഞ്ഞു തളർന്നിരിക്കുന്ന കമലയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.